അപ്പം ഞാൻ പറഞ്ഞെല്ലാം നമുക്ക് മനസ്സിലായില്ലേ. മദ്യം ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു സമരമാണ്. അതിൽ എല്ലാവരും പങ്കെടുക്കണം. പ്രത്യേകിച്ച് അച്ഛനും അമ്മയും എല്ലാവരും പങ്കെടുക്കണം. മാഷേ മാഷിനെ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. മാഷ് എന്നെ പൂച്ചാലി സ്കൂളിൽ പഠിപ്പിച്ച നിങ്ങളെ പഠിച്ചാണോ? ശാരദ ടീച്ചറാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. പുറകിലിരുന്ന് പഠിച്ച് കുറേ എന്നെ ഇരുത്തിയിട്ടില്ലല്ലോ, നിർത്തുകയല്ലായിരുന്നു. സുനിൽകുമാർ. അത് തന്നെ മനസ്സിലായി. വർഷം കുറേ ആയില്ലേ, ഇതുപോലെ ഓരോരുത്തർ വന്ന് പറയുമ്പോഴാണ് എല്ലാവരും മനസ്സിലാവുന്നത്. ഞാൻ പഠിപ്പിച്ച കുട്ടികളെല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരായി. ഇപ്പം വന്നിരിക്കുന്നു നമ്മുടെ കോട്ടയം സബ് കളക്ടർ. ഞാൻ പഠിപ്പിച്ച എൻ്റെ വിദ്യാർത്ഥിയില്ലേ എല്ലാവരും നല്ല നിലയെത്തി. സന്തോഷം. അതെ, നിനക്കെന്താ വേണി? എനിക്ക് മരപ്പെട്ടൊക്കെയാ. അപ്പം ഞാൻ പ്രതീക്ഷിച്ച പോലെ ഗുണപ്പെട്ടില്ല. പിന്നെ ഈ സമയം കിട്ടുമ്പോൾ വീട്ടിട്ടെന്ന് പറഞ്ഞു. എന്നാ മാഷേ? എൻ്റെ വീടിന് മണ്ടേ കൊണ്ട് ഒരു പ്ലാവ് ചാഞ്ഞു കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ കൊമ്പല്ല നടക്കുന്നത്. മാഷിൻ്റെ ഗുണപ്പെട്ട കുറേ ജീറ്റന്മാരല്ലേ, അവരാരെങ്കിലും വിളിച്ച് വെട്ടിക്കാൻ പോലായിരുന്നു. കുറയ്ക്കൊന്നും വേണ്ട, കോട്ടയത്ത് നിന്നാൽ കളക്ടറെ വിളിച്ചോണ്ട് പോവുക. അതാകുമ്പോൾ തളപ്പൊക്കെ ഇട്ട് വന്ന് കയറി വെട്ടുമ്പോഴേ മാഷിൻ്റെ അഭിമാനത്തോട് പറയാം, വീട്ടിലെ പ്ലാവ് വിട്ടിത് കളക്ടറാണെന്ന്. എൻ്റെ മാഷേ, എല്ലാവരും കളക്ടർ എഞ്ചിനീയറൊക്കെ ഈ പണിയൊക്കെ ചെയ്യാൻ ആളുകൾ വേണ്ടേ? അത് ഒരു ശരിയാ. അതൊരു ശരിയല്ല, അതാ ശരി. മാഷെന്താടെ? എടാ, ഞാനിവിടെ മധ്യവർജന ക്യാമ്പിനോട്ട് വന്നതാ. മാഷിന് ഇത്ര പ്രായമൊക്കെ മാറിന് വേറെ ഒരു പണിയില്ലേ? നീ എന്ത് വർത്താനല്ലേ പറയുന്നത്? എടാ, പണ്ട് രാമകരി വിവരജ് വന്ന സമയം അറിയോ? അന്ന് ഒറ്റലോട് മദ്യം അവിടെ വന്നത്. ആ മദ്യം ഇവിടെ ഇറക്കാൻ പാടില്ല. ആ വണ്ടിയുടെ മുൻപ് ഒരു സ്ത്രീ ഇറങ്ങി കിടന്നു. എടാ, നിന്റെ വല്യമ്മ നാരായണി ചേച്ചി ആണോ? ആ നാരായണി ചേച്ചിയുടെ കൊച്ചുമോനാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവരിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് മാഷെ. ജോലിക്കൊക്കെ പോകുന്നുണ്ടോ? ഉണ്ട്. എന്ത് പണിക്കാ പോണത്? മാഷിപ്പോ പറഞ്ഞില്ലേ ഈ രാമകരിലെ വിവറേജ്, അതിന്റെ വാതിക്കല്ലേ പുഴുങ്ങിയ താറാമുട്ട വെക്കുക, കുരുമുളക് പ്രിയ. എന്നാ ഞാൻ അങ്ങോട്ടെങ്ങും പോകരുത്, അവിടെ മുഴുവൻ കുടിയന്മാരാ. അങ്ങോട്ട് വെക്കൂ, അവിടെ കഞ്ചാവ്.